കാതോലിക ലേഖനങ്ങൾ. പൗലോസിൻ്റെ ലേഖനങ്ങൾക്ക് പുറമേ 7 ചെറിയ ലേഖനങ്ങൾ കൂടി പുതിയ നിയമത്തിലുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായല്ല, സഭയ്ക്ക് മുഴുവൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് ഈ ലേഖനങ്ങൾ. ഇക്കാരണത്താൽ ഇവ കാതോലിക ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. യാക്കോബ് എഴുതിയ ലേഖനം. പുതിയ നിയമത്തിൽ 5 യാക്കോബുമാരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ലേഖനകർത്താവായി പരിഗണിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബാണ്. അങ്ങനെയെങ്കിൽ AD 62 മുൻപ് രചിക്കപ്പെട്ടതായിരിക്കണം ഈ ലേഖനം. എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടടുത്ത് യാക്കോബിൻ്റെ ശിഷ്യരിൽ ഒരാളാണ് ഇത് രചിച്ചത്. ചിതറിപ്പാർത്തിരുന്ന യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചെഴുതിയ ഈ ലേഖനത്തിൽ വിശ്വാസം എന്നത് ഒരു തത്വസംഹിതയുടെ സ്വീകരണവും അതിലേറെ അതനുസരിച്ചുള്ള ജീവിതവുമാണെന്നും സൽപ്രവർത്തികൾക്ക് പ്രേരണ നൽകാത്ത വിശ്വാസ പ്രഘോഷണം അർത്ഥശൂന്യമാണെന്നും ദരിദ്രർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകയാൽ അവരോട് പ്രത്യേക സ്നേഹവും കാരുണ്യവും കാണിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ക്രൈസ്തവർ എവിടെയായിരുന്നാലും പുലർത്തേണ്ട വിവിധ മനോഭാവങ്ങളെക്കുറിച്ചും ലേഖനം പ്രതിപാദിക്കുന്നുണ്ട്. രോഗിലേപനത്തെക്കുറിച്ചുള്ള പരാമർശം ഈ ലേഖനത്തിൻ്റെ ഒരു സവിശേഷതയാണ്. പത്രോസിൻ്റെ ലേഖനങ്ങൾ. പത്രോസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 2 ലേഖനങ്ങളുടെയും രചയിതാവ് എന്നതിന് പുരാതന സാക്ഷ്യങ്ങളുണ്ടെങ്കിലും ഒന്നാമത്തേതിൻ്റെ രചനയിൽ യേശുവിൻ്റെ പീഡാനുഭവത്തിന് ദൃക്സാക്ഷിയല്ലാത്ത ഒരാൾ കൂടി സഹായിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. താരതമ്യേന മെച്ചമേറിയ ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കുന്ന ഈ സഹായി പൗലോസിൻ്റെ ശിഷ്യനായിരുന്ന സിൽവാനോസ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഈ ലേഖനത്തിന് ആശയാവിഷ്കരണത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളോടുള്ള സാധർമ്മ്യം ഈ നിഗമനത്തെ ശക്തിപ്പെടുത്തുന്നു. 2ാമത്തെ ലേഖനത്തിൻ്റെ കർത്താവ് പത്രോസ് തന്നെയാണെന്ന് എക്കാലവും വിശ്വസിച്ചു പോന്നിട്ടുള്ളതാണ്. AD 67 മുൻപ് എഴുതപ്പെട്ട 1ാമത്തെ ലേഖനം ഏഷ്യ മൈനറിൽ ചിതറിപ്പാർത്തിരുന്ന യഹൂദ ക്രിസ്ത്യാനികളെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന നിന്ദനങ്ങളിലും പീഡനങ്ങളിലും ആശ്വസിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി എഴുതിയതാണ്. പീഡനങ്ങളിൽ പ്രത്യാശ പ്രദാനം ചെയ്യുന്നതാണ് യേശുക്രിസ്തു നൽകിയ മാതൃകയും അവൻ്റെ ഉത്ഥാനവും പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനവും. പരീക്ഷകളിൽ ദൃഢചിത്തരായിരിക്കുകയും വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങളിൽ ദീർഘക്ഷമ പ്രകടിപ്പിക്കുകയും സമൂഹമധ്യത്തിൽ വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യുക ആവശ്യമാണ്. 2ാമത്തെ ലേഖനത്തിൻ്റെ ഉദ്ദേശ്യം സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യാജപ്രബോധകർക്കെതിരെയും അവർ മൂലമുണ്ടാകുന്ന തിന്മകൾക്കെതിരെയും വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തെയും ക്രിസ്തുവിനെയും കുറിച്ച് ദൃക്സാക്ഷികൾ നൽകിയ യഥാർത്ഥമായ അറിവിൽ ഉറച്ചു നിൽക്കുക. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം സംഭവിക്കില്ലെന്ന് പഠിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കാതിരിക്കുക. ജലപ്രളയകാലത്ത് ലോകത്തിനുണ്ടായ നാശം പോലെ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമന ദിവസം ലോകം അഗ്നിയാൽ നശിപ്പിക്കപ്പെടും. അത് വിധിയുടെ ദിവസമായിരിക്കും. ആ ദിവസത്തിനായി ഒരുങ്ങിയിരിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ ലേഖനത്തിലൂടെ പത്രോസ് നൽകുന്നത്. യോഹന്നാൻ്റെ ലേഖനങ്ങൾ. യോഹന്നാൻ എഴുതിയതെന്ന് ആദ്യകാലം മുതലേ പൊതുവിൽ വിശ്വസിച്ചു പോരുന്ന 3 ലേഖനങ്ങളിൽ 2ാമത്തെയും 3ാമത്തെയും ലേഖനങ്ങളുടെ യഥാർത്ഥ കർത്താവാരെന്നതിനെക്കുറിച്ച് 2ാം നൂറ്റാണ്ടു മുതൽ വളരെ കാലത്തേക്ക് സംശയമുണ്ടായിരുന്നു. എങ്കിലും 3 ലേഖനങ്ങളിലെയും പദപ്രയോഗങ്ങളും ശൈലിയും ആശയങ്ങളും ഏറെക്കുറെ ഏകരൂപമുള്ളവയാകയാലും യോഹന്നാൻ്റെ സുവിശേഷവുമായി വളരെ ബന്ധപ്പെട്ടവയാകയാലും 3ഉം യോഹന്നാൻ്റേതായി തന്നെ അറിയപ്പെടുന്നു. 1-ാം ലേഖനം. ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സമൂഹങ്ങളെ ആദ്യകാലങ്ങളിൽ ഭീഷണിപ്പെടുത്തിയിരുന്ന അബദ്ധസിദ്ധാന്തങ്ങളിൽ നിന്ന് അവയെ രക്ഷിക്കുന്നതിനു വേണ്ടി ആ സമൂഹങ്ങളിലെല്ലാം വായിക്കപ്പെടാനായി യോഹന്നാൻ എഴുതിയതാണ് ഈ ലേഖനം. ഇതിൽ യോഹന്നാൻ തൻ്റെ മതാനുഭൂതികളുടെ മുഴുവൻ വെളിച്ചത്തിൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടയാളവും ഫലങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഇവയുടെ പ്രകാശത്തിൽ സഞ്ചരിക്കാനും നീതി പ്രവർത്തിക്കാനും പരസ്പരം സ്നേഹിക്കാനും അങ്ങനെ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നു. 2ാം ലേഖനം. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വാസ്തവികതയെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ് ഈ ലേഖനം. മനുഷ്യാവതാരത്തിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കാനും അവിടുത്തെ പ്രബോധനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയ്ക്ക് അനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമുള്ള ആഹ്വാനമാണ് യോഹന്നാൻ ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. 3-ാം ലേഖനം.
യോഹന്നാന്റെ ലേഖനങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടതായിരിക്കണം ഇത്. യോഹന്നാന്റെ അധികാരപരിധിയിൽപ്പെട്ടിരുന്ന ഒരു സഭയിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ചിരുന്നവരും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടെന്നോണം അദ്ദേഹം അയച്ച പ്രതിനിധികളെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത പ്രാദേശിക സഭാധിപനും ഉണ്ടായിരുന്ന പരിതസ്ഥിതിയിൽ സഭാഭരണ സംബന്ധമായ പ്രസ്തുത തർക്കം തീർക്കുന്നതിനു വേണ്ടിയാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത്. യൂദാസ് എഴുതിയ ലേഖനം. യാക്കോബിൻ്റെ സഹോദരനായ യൂദാസാണ് ഈ ലേഖനം എഴുതിയതെന്ന് 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ലേഖനകർത്താവിനെ അപ്പസ്തോലനായ യൂദാസുമായി പാരമ്പര്യം ബന്ധപ്പെടുത്തുന്നില്ല. അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞുവെന്ന സൂചന 17-ാം വാക്യത്തിൽ കാണുന്നുമുണ്ട്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരിക്കണം ലേഖനം എഴുതപ്പെട്ടത്. പ്രതിപാദ്യത്തിൽ പത്രോസിൻ്റെ 2-ാം ലേഖനവുമായി ഇതിന് വളരെ സാമ്യമുണ്ട്. വ്യാജപ്രബോധകർക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശ്യം.